കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയമായ സാന്നിധ്യത്തിനുടമയായ താങ്കൾക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്ന ഗരുഡ ഭഗവാനെ കുറിച്ചാണ്. ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഗരുഡ ഭഗവാന്, പഞ്ചമുഖ ഹനുമാന്, അതുപോലെ തന്നെ ശ്രീരാമനെ കുറിച്ച് ഇതൊക്കെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഗരുഡ ഭഗവാനെ കുറിച്ച് നമുക്ക് പറയാം. എല്ലാ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലും നമ്മുടെ മൂർത്തിക്ക് എതിരായിട്ട് വെച്ചിരിക്കുന്ന, മൂർത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീകോവിലിനുള്ളിലെ തൊട്ടെതിരായിട്ട് ഭഗവാന്റെ അല്ലെ മഹാവിഷ്ണുവിൻ്റെ വാഹനമാക്കി വെച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു ചൈതന്യവത്തായിട്ടുള്ള പക്ഷിരാജനാണ് ഗരുഡ ഭഗവാൻ. പല കഥകളിൽ നമ്മൾ ഗരുഡനെ കേട്ടിട്ടുണ്ട്. രാമായണത്തിലുണ്ട്, അല്ലെ, ഭാഗവതത്തിലുണ്ട്, വിഷ്ണു പുരാണത്തിലുണ്ട്. അപ്പൊ ആ ഗരുഡൻ അത്യധികം ശക്തിയുള്ളതായിട്ടുള്ളതും ഈശ്വരകൽപിതമായിട്ടുള്ളതും ഇന്നൊക്കെ നമുക്ക് വീട്ടിൽ വളർത്താൻ പറയാൻ പറ്റത്തില്ല. ഫോറസ്റ്റുകാർ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. നമ്മുടെ വീട്ടിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകാൻ വളർത്തുന്നതാണ്. പഴയ കാലത്തെ കാര്യമാണ് പറയുന്നത്. വളർത്തുന്നതുമായിട്ടൊക്കെയുള്ള ഒരു പക്ഷിരാജൻ ഭഗവാന്റെ സാന്നിധ്യം തന്നെയാണ് സാക്ഷാൽ ഗരുഡ ഭഗവാൻ. ഏതൊരഭീഷ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ വൈദ്യസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ പഠിക്കുന്നവർക്ക്, അതുപോലെ തന്നെ വിദേശ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ പഠിക്കുന്നവർക്ക്, അവർക്ക് യോഗമുണ്ടെങ്കിൽ, മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ല എങ്കിൽ ഗരുഡ ഭഗവാന് നാളികേരം ഉടച്ചു കഴിഞ്ഞാൽ, നാളികേരമുണ്ട്, അഭിഷേകമുണ്ട്, മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള നിവേദ്യാദി വിഷയങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സത്ഫലങ്ങളും സദ്ഗുണങ്ങളും ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ പലതും നിങ്ങൾ എടുത്തു നോക്കിക്കൊള്ളൂ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ശ്രീ തിരുവാറന്മുളയപ്പൻ്റെ ക്ഷേത്രം, അതുപോലെ തന്നെ ഏവൂർ മഹാവിഷ്ണു ക്ഷേത്രം, അതുപോലെ കണ്ണൻ അമ്പലപ്പുഴ കൃഷ്ണൻ്റെ ക്ഷേത്രം, അരുവിക്കുഴി അപ്പൻ്റെ ക്ഷേത്രം, അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾ നമുക്ക് മഹാവിഷ്ണുവിൻ്റെതായിട്ടുള്ള ഗുരുവായൂർ ക്ഷേത്രം, ഇതൊക്കെ അവിടെ കൊടിയേറുമ്പോൾ ഭഗവാൻ ഗരുഡൻ ഒരു വാക്കു കൊടുത്തിരിക്കുന്നു. എപ്പോഴും നീ എൻ്റെ കൂടെയും എൻ്റെ കൊടിക്കൂറയിലും അല്ലെങ്കിൽ എൻ്റെ കൊടിത്തുമ്പിലും നീ ഉണ്ടായിരിക്കുമെന്നുള്ള ഒരു വരദാനം ഗരുഡന് കിട്ടിയതാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അത്രയ്ക്കും ശക്തിബലവും അനുഗ്രഹവും മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള സാധ്യതയും അനുഗ്രഹാവസ്ഥയും ഉള്ളതായിട്ടുള്ള ഒരാളാണ് ഗരുഡ ഭഗവാൻ എന്ന് വേണം പറയാൻ. അപ്പോൾ നമ്മൾ ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ ഗരുഡനെ ശ്രീവല്ലഭ ക്ഷേത്രം, തിരുവല്ലയിലെ ഏറ്റവും മഹത്തായിട്ടുള്ള, ഏറ്റവും ഉള്ളത്, തിരുവല്ല ജനങ്ങൾക്കൊക്കെ അഭയമരളിക്കൊണ്ടിരിക്കുന്ന, ഒരു ഭയാശങ്കയില്ലാതെ ജീവിപ്പിക്കുന്ന, ആൾക്കാരെയൊക്കെ ജീവിപ്പിക്കുന്നതായിട്ടുള്ള ഭഗവാൻ ശ്രീവല്ലഭൻ്റെ മുമ്പിൽ പോലും ഗരുഡ ഭഗവാനെ പ്രസാദിപ്പിക്കാൻ നമുക്ക് അവസരം ഈശ്വരൻ തന്നിട്ടുണ്ട്. ആ ഗരുഡ ഭഗവാനെ കണ്ടിട്ടേ ഉള്ളിൽ കയറാവൂ എന്നാണ്. അല്ലെങ്കിൽ തന്നെയും പ്രദക്ഷിണം ചെയ്തതിന് ശേഷമേ അവിടെ ഇരിക്കുന്ന മൂർത്തിയെ കയറി തൊഴാവൂ എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. പ്രദക്ഷിണമെന്ന് പറഞ്ഞാൽ തന്നെ അതിനർത്ഥങ്ങളുള്ളതാണ്. എന്നുള്ളതിനും എന്നുള്ളതിനും ക്ഷണം എന്നുള്ളതിനും ക്ഷണനം എന്നൊക്കെയുണ്ട്. അതിനൊക്കെ ഓരോ സംസ്കൃത പദങ്ങളിൽ ഓരോ അർത്ഥങ്ങൾ വിപുലീകരിക്കുന്നുണ്ട്. ശ്രീകോവിൽ മൂർത്തിക്ക് എതിരായിട്ടാണ് സാധാരണ നമ്മൾ ഗരുഡ ഭഗവാനെ വെച്ചിരിക്കുന്നത്. അത് തന്നെ
തന്നെയല്ല, വിജയത്തിൻ്റെ സൂചകമായിട്ട് ഭഗവാന്റെ കാര്യത്തിൽ ആ ഗരുഡനെ കൂടെ അറിഞ്ഞു പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ പിയേൻ തന്നെ പറയാം, അദ്ദേഹം കൂടെ അറിഞ്ഞെങ്കിലേ അതിൻ്റെ ഫലം തരത്തുള്ളെന്നാണ് ആചാര്യമതം. സംശയമില്ലാത്ത കാര്യമാണ്. അദ്ദേഹം അറിയാത്ത ഒരു രഹസ്യങ്ങളും, ഒരു 10% കാണത്തില്ല, ഒരു 90% രഹസ്യങ്ങളും ഗരുഡ ഭഗവാന്റെ കയ്യിൽ തന്നെയാണ്, ഗരുഡ ഭഗവാന്റെ ഗ്രന്ഥത്തിലാണ്, ഗരുഡ ഭഗവാന്റെ പുസ്തകത്തിലാണ്. സംശയമില്ലാത്ത ഒരു കാര്യം കൂടാണ് ഇത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അത്ര അപൂർവ ശക്തികളാണ്. നമ്മൾ ശബരിമലയിൽ പോലും കണ്ടിട്ടില്ലേ, പരുന്തെന്ന് പറയുന്ന സാധനം പറന്നെങ്കിൽ മാത്രമേ അവിടെ വിളക്ക് തെളിക്കുകയുള്ളൂ. അത്ര ശക്തിമത്തായിട്ട് ഇന്നും നടക്കുന്നതായിട്ടുള്ള, അതുപോലെ തന്നെ ചെട്ടുകുളങ്ങര ദേവീക്ഷേത്രം മീനഭരണി സമയത്ത് ആലിൻ്റെ കൊമ്പൊടിഞ്ഞു വീഴുമ്പോൾ പരുന്ത് പറക്കുമെന്നാണ് പറയപ്പെടുക. ദൃക്സാക്ഷികളാണ് ഓരോരുത്തരും. ഇതൊക്കെ ദേവചൈതന്യത്തിൽ പെടുന്നതാണ്. ഇതൊക്കെ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? ഇപ്പം ഞാൻ ഈ ഗരുഡ ഭഗവാന്റെ ഈ ഒരു സംഭവം പറഞ്ഞ് ഇനി നാളെ ഒരു എപ്പിസോഡിൽ എപ്പോൾ അടുത്ത ബ്ലോഗ്, മറ്റേത് മനഃശാസ്ത്രം, ഇങ്ങനെ മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ പറഞ്ഞു തരുന്ന ആൾക്കാരെടുക്കാൻ വരും കേട്ടോ. സംശയമില്ലാത്ത കാര്യമാണ്. ഇതും ഈ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വിഷയവും അവരെടുത്ത് സൈക്കോളജിയിലാക്കിക്കൊണ്ട് പറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ നിങ്ങൾ സൂക്ഷിക്കുക. അങ്ങനെയുള്ള ഒരു പറയുന്ന ഈ 10 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ, വീട്ടിൽ നിങ്ങൾക്ക് ധനമുണ്ടാകും. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ, വീട്ടിൽ ചെയ്താൽ ഫലമുണ്ടാവും. വെറും തൂവാലയുടെ വരെ പറഞ്ഞിട്ടുണ്ട്, വെറും കൗപീനത്തിൻ്റെ വരെ പറഞ്ഞിട്ടുണ്ട്, വെറും മ്ലേച്ഛമായ രീതിയിൽ സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ച് വരെ പറഞ്ഞിട്ട്. അങ്ങനൊന്നും ഞങ്ങൾ ആരും എപ്പിസോഡ് ചെയ്യില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കൊള്ളുക. ഒരു വൾഗറായിട്ടുള്ള ഒരു എപ്പിസോഡും ഈ ചാനലിലോ എൻ്റെ ചാനലിലോ ഒന്നും വരുത്തില്ല എന്ന് ഞങ്ങൾ നിങ്ങളോട് തുറന്ന് പറയുകയാണ്. സംശയമില്ലാത്ത കാര്യമാണ്. വെറും മോശമായിട്ടുള്ള ആൾക്കാർ, വെറും മോശമായിട്ട് പണം സമ്പാദിക്കാനായിട്ട്, വെറും ഉണ്ണുന്നവർക്ക് പോലും ദോഷം സൃഷ്ടിക്കാൻ വാത്മീകിയുടെ പഴയ കാലത്തെ കഥ പോലാണ്. കാരണം വാത്മീകത്തിൽ നിന്നുമാണ് അയാൾ അറിവ് നേടിയത്, അദ്ദേഹം അറിവ് നേടിയത്. അന്ന് പക്ഷിയെ അമ്പ് ചെയ്തപ്പോൾ ആർക്കൊക്കെ ദോഷമുണ്ടെന്ന് ചോദിച്ചപ്പോൾ വീട്ടിലിരിക്കുന്ന സന്താനങ്ങൾക്കും ഭാര്യയ്ക്കും പോലും ദോഷമുണ്ടെന്നാണ് പറയുന്നത്. ക്രിയേറ്റീവ്നെസ് അവൻ്റെ സ്വന്തം ഹൃദയത്തിൽ നിന്നും ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും വരുന്നതാണ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ഒരു സിനിമയാണെങ്കിലും, ഒരു നാടകമാണെങ്കിലും, മറ്റ് കലാരൂപങ്ങളാണെങ്കിലും, ഒരു ഭരതനാട്യമാണെങ്കിലും, എല്ലാവർക്കും ഭരതനാട്യം കളിക്കാം. പ്രത്യേകമായിട്ട് അവനവനിൽ ഈശ്വരൻ തരുന്നതായിട്ടുള്ള ഒരു കഴിവുണ്ട്. ആ കഴിവ് വെച്ച് ചെയ്യുക. അല്ലാത്തവരെല്ലാം കള്ളന്മാരാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ ഗരുഡ ഭഗവാന്റെ നക്ഷത്രമെന്ന് പറഞ്ഞാലോ, ചോതി അത്യപൂർവ നക്ഷത്രത്തിൽ പെടുന്നൊരു നക്ഷത്രമാണ് ചോതി. ചോതിയെ നമുക്ക് വിലക്കെടുക്കാൻ പറ്റില്ല. ചോതിയുടെ സ്വഭാവം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ചോതിയുടെ സ്വഭാവം നമുക്ക് എങ്ങനെയാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു നക്ഷത്രമാണ്. ചിങ്ങമാസത്തിൽ വരുന്ന ചോതിയാണ് ഗരുഡ ഭഗവാന്റെ നക്ഷത്രമെന്ന് പോലും പറയണം. ഈ ചോതി നക്ഷത്രക്കാർ മഹാവിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡനെ പ്രസാദിപ്പിച്ചാൽ ആയുഷ്കാരം, ഐശ്വര്യ, സമ്പൽ സമൃദ്ധിയും ആയുസ്സും രോഗദുരിതങ്ങളും ഒക്കെ മാറിക്കിട്ടാൻ ഗരുഡ ഭഗവാൻ അല്ലെങ്കിൽ മഹാവിഷ്ണു ചൈതന്യം നമ്മളിൽ ഉണ്ടാക്കിത്തരും. സംശയമില്ലാത്ത കാര്യമാണ്. അത്ര ചൈതന്യവത്താണ് ഇന്നും ജീവിച്ചിരിക്കുന്ന ഭഗവാന്മാരിൽ ഒരാളാണ് ഗരുഡൻ. അതുകൊണ്ടാണ് ഓരോ ക്ഷേത്രങ്ങളും കൊടിയേറ്റ് നടക്കുമ്പോഴും ഒക്കെ കൊടിയുടെ മുകളിൽ കൂടി ഭഗവാന്റെ നട്ടെല്ലെന്ന് പറയുന്ന സംഭവത്തിൽ സൂചിപ്പിക്കുന്ന കൊടിയുടെ മുകളിൽ കൂടി പരുന്തു പറക്കുന്നതായിട്ടുള്ളതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രഹസ്യമെന്നാണ് പറയപ്പെടുക. അപ്പോൾ ഗരുഡനെ നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുക. ചോതി നക്ഷത്രക്കാർ പ്രത്യേകം പ്രാർത്ഥിക്കുക. ചോതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഐശ്വര്യവും സമ്പത്തും സമാധാനവും സന്താനങ്ങളും നല്ല വീടും ഗ്രഹവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഓരോ നക്ഷത്രക്കാർക്ക് നന്മയും സർക്കാർ ജോലിയും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗരുഡ ഭഗവാനെ മുൻനിർത്തി ഈ ഒരു എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും